മാറങ്ങോട്ട്. ഫാഷൻ ഷോ ഉണ്ടോ? നീ മുഖത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, വീട്ടുകാര്യം കൂടെ നോക്കണം. എനിക്കിന്ന് SIയുടെ മോളെ കല്യാണത്തിന് പോകാനുള്ളതാ. ഞാൻ വരാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ വരണ്ടേ? വേണ്ട, പണമാണ്. 1 രൂപ പോയാൽ. ഇങ്ങനെ ഒരു പണക്കോദ്യൻ ഭർത്താവിനെയാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. വീട്ടിൽ കാശിരിക്കുന്നതിൻ്റെ ഒന്നുമല്ല, കല്യാണത്തിന് കൊണ്ടുപോയാൽ എന്നെ ആരെങ്കിലും നോക്കുമെന്ന് പേടിച്ചിട്ടാ. ഇങ്ങനെ ഒരു സെൽഫിഷ് ഹസ്ബൻഡ്. ഹലോ ഹലോ, അനഘ മഹേഷ്. ആരാ? എൻ്റെ നമ്പർ മറന്നു കാണുമെങ്കിലും എൻ്റെ ശബ്ദം അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. ലെനിൻ? തെറ്റിയില്ല, ഞാൻ തന്നെ ലെനിൻ. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നാവും. ആവശ്യക്കാരനായി പോയില്ലേ? എന്തൊക്കെയായിരുന്നു അന്ന്. കല്യാണം കഴിഞ്ഞാലും കാണും, വിളിക്കും. 4 വർഷത്തിനിടയ്ക്ക് ഇതേവരെ നിൻ്റെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല. ജീവിതമല്ലേ ലെനിൻ? പ്രണയിച്ച് നടന്നപ്പോൾ ഇയാളെ വേദനിക്കാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊട്ടെ, ഭൂതകാലം ചെയ്യാനല്ല ഞാൻ വിളിച്ചത്. 3 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. നിൻ്റെ ഓർമ്മകളിൽ നിന്നുള്ള പലായനം. ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനാണ്. നല്ല കാര്യം. ഇനി ഒരു വിവാഹമൊക്കെ കഴിക്കണം. വേണം. എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. അത് നീ തരണം. ഞാനോ? ഞാൻ എവിടെ നിന്ന് തരാൻ? നമ്മൾ തമ്മിലുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. നീ അറിഞ്ഞും അറിയാതെയും എടുത്തത്. അത് നിന്റെ പോലീസുകാരൻ ഭർത്താവിനെ കാണിക്കുന്നതിന് മുമ്പ് നിന്നോടൊന്ന് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. ഹലോ, ഇനി നീ വിളിക്ക്. പ്ലീസ് എന്റെ ജീവിതം തകർക്കരുത്. 1 ലക്ഷം രൂപയുടെ വില പോലുമില്ലേ നിന്റെ ജീവിതത്തിനെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ക്യാഷൊന്നും എന്റെ കയ്യിലില്ല. നിന്റെ പോലീസുകാരൻ ഭർത്താവ് അത്ര നല്ല പുള്ളിയൊന്നുമല്ലെന്ന് എനിക്കറിയാം. പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ കള്ളപ്പണം കുറേ ഇല്ലേ ഞങ്ങളുടെ കയ്യിൽ. അതിൽ നിന്നൊരു 1 ലക്ഷം രൂപ എടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. പണം ഞാൻ തരാം. ഫോട്ടോയും വീഡിയോയും എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഷുവർ. ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നാ വേഗം ഇറങ്ങിക്കോ. വരുമ്പോൾ നിന്നെ ഏറ്റവും സുന്ദരിയാക്കുന്ന പിങ്ക് കളർ സാരി എടുത്ത് വേണം വരാൻ. പണ്ട് നീ എന്നെ ഒരുപാട് കൊതിപ്പിച്ചതല്ലേ? ഇപ്പോൾ ലൈസൻസ് ആയില്ലേ? ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാം. ചന്ദ്രേട്ടാ, നടക്കുമോ തോന്നുന്നില്ല. എൻ്റെ അവസ്ഥ ചന്ദ്രേട്ടൻ അറിയാലോ. പെട്ടെന്ന് 1 ലക്ഷം രൂപയ്ക്ക് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് 12 മണിവരെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങും. പ്രായമായ 2 പെൺകുട്ടികളെയും ഭാര്യയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? ചന്ദ്രേട്ടനെ വിഷമിക്കരുത്. ദൈവം ഒരു വഴി കാണിച്ചു തരും. ഞാനെന്തായാലും വിജയനോട് കൂടി ഒന്ന് ചോദിക്കാം. കിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും ഒരു ശ്രമം. ശരി ഏട്ടാ. കൊച്ചുകുട്ടികൾ പോലും സുരക്ഷിതരല്ലാത്ത ഈ ലോകത്ത് എൻ്റെ മക്കൾ തെരുവിലായാൽ ദൈവത്തിന് മുന്നേ ഞാനൊരു വഴി കണ്ടെത്തും.
താങ്ക്സ്. ആ വാ. നീ പണ്ടത്തേലും സുന്ദരിയായിരിക്കുന്നല്ലോ. പ്രസവിക്കാത്തതുകൊണ്ടാവൂലേ ഈ ശരീരഭംഗി ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത്. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പണം. അതെല്ലാം ഡിലീറ്റ് ചെയ്യൂ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല അനഘ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. യു ചീറ്റ്. നിങ്ങൾ കള്ളം പറയുകയാണ്. നീ ഒരു മണ്ടയാണ്. എന്ത് ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളത്? 2 വർഷം സ്നേഹിച്ചിട്ടും നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിന്റെ ഭയം നിന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. ഞാൻ വിലപേശിയത് നിന്റെ ജീവിതത്തിനാണ്. നിങ്ങളൊരു ഫ്രോഡാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്ര ചീപ്പാകുമെന്ന് കരുതിയില്ല. നിക്ക്, പോകാൻ വരട്ടെ. മാറ്, എനിക്ക് പോണം. നാശം. നീ ഇതെവിടെ പോയി കിടക്കുക? വീട്ടിൽ കള്ളം കയറി. അലമാരയിരുന്ന കാശൊന്നും കാണാനില്ല. ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ. പണം പോയ എന്തായാലും നന്നായി. നീ വേഗം ഇങ്ങോട്ട് വാ. പണമാണ്. 1 രൂപ പോയാൽ എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. ദൈവത്തിന് മുന്നേ ഞാനൊരു വഴി കണ്ടെത്തും.